കൃഷ്ണ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. മണിയമ്പിള്ള രാജുവിന്റെ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സൂരജിന്റെ ഇടത്തെ തുടയ്ക്ക് പൊട്ടലെന്ന് സഹോദരൻ രാഹുൽ ജനം ടിവിയോട് പറഞ്ഞു. പരിക്കേറ്റ രണ്ടുപേർക്കും ശസ്ത്രക്രിയ ആവശ്യമാണ്. ഇരുചക്ര വാഹനമാണ് കാറിൽ ഇടിച്ചതെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. മണിയമ്പിള്ള രാജുവിന്റെ വാഹനം ഇടിച്ചു എന്നത് വ്യക്തമാണെന്നും രാഹുൽ പറഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു 9:45 10 മണി ആ ഒരു സമയത്ത് സർജറി ഉണ്ട്. അതിന്റെ നമ്മളെ ഹിപ്പിന്റെ താഴെയായിട്ട് തൊടയെല്ലിന്റെ അവിടെ ആയിട്ട് പൊട്ടലുണ്ട്. വീഴണമെന്ന് പറഞ്ഞു. ഇപ്പം ഒരു കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും. പയ്യൻ കിംസിലാണ്. അവന്റെയും മുട്ടിന് താഴോട്ടൊരു നല്ല പൊട്ടലുണ്ട്. അതിന്റെ മേളിലോട്ടും വേറെ 2-3 പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. അവനും രാവിലെ അവന് സർജറി കയറ്റിയെന്നാണ് തോന്നുന്നത്. വണ്ടി കയറി ഇടിച്ചെന്ന് പറഞ്ഞാലേ, വണ്ടി ഇപ്പൊ ഇടിച്ചിരിക്കുന്നത് ആ പുള്ളിയുടെ കാറിന്റെ ഫ്രണ്ടിലല്ലേ. അപ്പൊ ഈ ബൈക്കിന്റെ സൈഡിലും ആണല്ലോ ഇടിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ഇവര് പോയി ഇടിച്ചെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാണല്ലോ. ഞാൻ രാവിലെ 2-3 ന്യൂസിൽ കണ്ടായിരുന്നു. അത് എന്ത് ഇതിലാണ് ഒരു ലോജിക്ക് ഇല്ലാതെ ചിന്തിക്കുന്ന എന്ത് ഇതിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതില് അവിടെ പോയാൽ കണ്ടറിയാം വണ്ടിയുടെ ഫ്രണ്ട് ഫോഗ് ലൈറ്റും ഫ്രണ്ട് എംബ്ലോൺ വീണ് കിടക്കുന്നത്. ബൈക്കും അതുപോലെ ബൈക്കിന്റെ സൈഡ് ക്രാഷ് ഗാർഡാണ്. എഞ്ചിന്റെ സൈഡും ബൈക്കിന്റെ നമ്മളെ ഗിയറിന്റെ പെടലും ഒക്കെയാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് വെള്ളയമ്പലം സൈഡിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഇടിച്ച ആ ഒരു ഇത് വെച്ച് തന്നെ ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് ഇടിച്ചെന്നുള്ളത്, ഇവരാണോ അവിടെ നിന്നാണോ ഇടിച്ചെന്നുള്ളത് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അതെ പുള്ളി അത് ഇവര് പറഞ്ഞില്ലെങ്കിൽ അത് നോക്കുമ്പോഴും അറിയാം ബ്രോ. മനസ്സിലായില്ലേ? അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് വരണ വഴിക്ക് വണ്ടി അവിടെ നിർത്തി, എന്നിട്ട് ഇവര് കയറി വരുന്ന സമയത്ത് പിന്നെയും കൊണ്ടങ്ങ് ഇറങ്ങി എന്നാണ് പറഞ്ഞത്. ഇവര് നേരെ അങ്ങ് വരാനുള്ള ഇതിൽ അപ്പോഴത്തേക്കും വണ്ടി പിന്നെ അങ്ങ് അതായത് ക്ലബിൽ നിന്ന് വെളിയിലോട്ട് അങ്ങ് ഇറങ്ങി എന്നാ പറഞ്ഞത്.